പഴയ കാലങ്ങളിൽ കഴിഞ്ഞുപോയ ഒരുപാട് സത്യവിശ്വാസികൾ അവര് നല്ല ബുദ്ധിമാന്മാരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുമായിരുന്നു. അവരുടെ ജീവിതങ്ങളിലെ അവർ ആകെ ലക്ഷ്യം വെച്ചത് സ്വർഗം ലഭിക്കണമെന്നുള്ള ഒരൊറ്റൊരു ലക്ഷ്യം മാത്രമായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കുകയും ജീവിതത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കുകയും ചെയ്ത ആളുകളായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ അവരെക്കുറിച്ച് പറയുന്നതായി കാണാം. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിതന. തീർച്ചയായിട്ടും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ചില അടിമകൾ ഉണ്ടായിരുന്നു. ഫുതന, നല്ല ബുദ്ധിമാന്മാരായ അടിമകളാണ്. സാധാരണ രീതിയിലുള്ള ബുദ്ധികളല്ല. എന്ന് പറഞ്ഞാൽ അവരത്രത്തോളം ഗ്രഹിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ളതായ ഗവേഷണങ്ങൾ ചെയ്യാനുള്ളതായ കഴിവുള്ള പ്രാപ്തരായ ആളുകളായിരുന്നു. അവരെ ഈ ദുനിയാവിനെ തന്നെ ത്വലാഖ് ചൊല്ലി എന്നാണ് പറയുന്നത്. ദുനിയാവിനെ ത്വലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലുണ്ടാകുന്നതായ ജീവിതം അത്ര അവര് താല്പര്യപ്പെട്ടില്ല. നമ്മളെ പോലെയല്ല. നമ്മള് ദുനിയാവിന് എത്രയാണ് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എത്രയാണ് ഭംഗികൾ കൂട്ടുന്നത്. നമ്മളുടെ വീടുകളും ഒരു നില ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് നില ഉണ്ടാക്കാനുള്ളതായ പരിശ്രമത്തിലാണ് നാം. ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നാം. ഒരു ഷോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റൊരു ഷോപ്പ് നിർമ്മിക്കണമെന്നുള്ളതായ ആഗ്രഹത്തിലാണ് നമ്മളുള്ളത്. അതേ സമയത്ത് പഴയ കാലത്തുള്ള അള്ളാഹുവിന്റെ ബുദ്ധിമാന്മാരായ ഔലിയാക്കൾ അവര് ദുനിയാവിനെ തന്നെ ത്വലാഖ് ചൊല്ലി എന്നാണ്. അവര് ദുനിയാവിനെ ഒഴിവാക്കാനുള്ളതായ പരിശ്രമത്തിലാണ്. എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ നല്ല ഐശ്വര്യമുള്ളതായ വീടുകൾ, സുഖകരമായ ജീവിതങ്ങൾ, അതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എന്തേ അങ്ങനെ അവർ ആഗ്രഹിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? വെറുതെയാണോ? അന്നഹാൽ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. നളറു ഫീഹാ, ആ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും അവർ പരിശോധിക്കുകയാണ്. മുഴുവൻ സ്ഥലങ്ങളിലേക്ക് ചെല്ലുകയാണ്. കുന്നുപ്രദേശങ്ങളിലേക്കും മലകളിലേക്കും സമുദ്ര തീരത്തേക്കും വിജനമായ സ്ഥലങ്ങളിലേക്കും തിങ്ങിപ്പാർക്കുന്നതായ ജനങ്ങളുള്ളതായ സ്ഥലത്തേക്കും എല്ലായിടങ്ങളിലേക്കും ചെന്നുകൊണ്ട് അവർ പരിശോധിക്കുന്നതായ സമയത്ത് അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഇതൊരു നിത്യമായും മനുഷ്യനിക്ക് ജീവിക്കാൻ പറ്റിയിരിക്കുന്ന ഭൂമിയല്ല എന്ന് അവർ വളരെ സ്പഷ്ടമായ രീതിയിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എല്ലാ രീതിയിലുള്ളതായ പരിശോധന ക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വ്യക്തമായ റിസൾട്ട് ലഭിക്കുന്നത് ഇത് നിത്യമായ ജീവിതം നയിക്കാൻ പറ്റിയിരിക്കുന്ന ഭൂമി അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ സ്വന്തമായി സങ്കല്പിക്കുകയാണ്. ഇതൊരു സമുദ്രമാണ്, അതിലൊരു കപ്പലിലാണ് നമ്മൾ ഉള്ളതെന്നും ആ കപ്പലിലാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ആ സഞ്ചാരത്തിനിടയില് ആ കപ്പലിൽ വെച്ചുകൊണ്ട് നമ്മളെ എത്രത്തോളമാണ് ഒരു കപ്പലിലെ യാത്രയുടെ ദൈർഘ്യമുള്ളത്? ഏകദേശം ചുരുങ്ങിക്കഴിഞ്ഞാൽ അധികരിച്ചു കഴിഞ്ഞാൽ 1 മാസത്തോളം. അങ്ങനെ നീണ്ടു നിൽക്കുന്ന 1 മാസത്തോളം ആയിരിക്കും നമ്മളുടെ ജീവിതം എന്നുള്ളതായ സങ്കല്പനയോടുകൂടെ അവര് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്.
അങ്ങനെ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തവരാണ് ഔലിയാക്കൾ. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാന്മാരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.